കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം. ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജ കഴിഞ്ഞു, കളഭാലങ്കാരം കഴിഞ്ഞു, നട തുറന്നു കേട്ടോ. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഗുരുവായൂരപ്പനെ കാണാനായിട്ട് പോവാം. ചതുർബാഹുവായ വിഗ്രഹത്തിൽ, ആ ദേവകൾ പൂജിതമായ വിഗ്രഹത്തിൽ ഏത് രൂപത്തിലാണ് ഭഗവാൻ കാത്തിരിക്കുന്നത് നമ്മളെ എന്ന് നോക്കാനായിട്ട് പോവാം. നമുക്ക് ആദ്യം തന്നെ ആ കിഴക്കേ നടയിലുള്ള ആ മഞ്ജുള വാരസ്യാരുടെ ആ ഒരു മഞ്ജുളാലിനെ ഒന്ന് നോക്കാം. അതുപോലെ ആ ഒരു വെങ്കല പ്രതിമ, ഗരുഡൻ്റെ വെങ്കല പ്രതിമ കാണാം. ഒക്കെ ഒന്ന് കണ്ട് ആ ആലിനെ ഒന്ന് പ്രദക്ഷിണം വെച്ചിട്ട് നമുക്ക് പോരാം. അങ്ങനെ പുതിയ ഗോപുരമൊക്കെ കണ്ട് അതിൻ്റെ നടുക്കിലൂടെ അങ്ങനെ പോരാം. രണ്ട് സൈഡിലുള്ള ഓരോരോ പ്രതിമകളും കാണാം. ഒക്കെ കണ്ട് ആ വാഹന പൂജരതിയനൊക്കെ ഇങ്ങനെ വരുമ്പോൾ നേരെ വന്ന് മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിൻ്റെ പുറകുവശത്ത് കൂടെ വന്ന് അത്തിമര ഗണപതിയെ കാണാനായിട്ട് പോവാം. അത്തിമര ഗണപതിയുടെ അവിടെ വന്ന് സുഖമായിട്ട് ദർശനം നടത്താം, തിരക്കൊന്നുമില്ല. അവിടെ വന്ന് തൊഴാം. അങ്ങനെ നമ്മൾ അവിടുന്ന് നേരെ ഗോപുരവാതിൽ കടന്ന് അകത്തേക്ക് പോരാം. അങ്ങനെ അകത്തേക്ക് പോരുമ്പോൾ വാതിൽപ്പടിയുടെ അവിടെ എത്തിയിട്ട് നമുക്ക് ആ കേശവൻ്റെ രണ്ട് കൊമ്പും കാണാം. അതിൻ്റെ നടുക്കുള്ള ആ ലക്ഷ്മി ദേവിയുടെ വിഗ്രഹം കാണാം. അതൊക്കെ കണ്ട് തൊഴുത് നമ്മളിങ്ങനെ വരുമ്പോൾ ഇടത്തെ സൈഡിലേക്കൊന്ന് നോക്കിയാൽ ആ മേൽപ്പത്തൂരിൻ്റെ ആ പീഠം കാണാം. നാരായണീയം എഴുതിയ പീഠം കണ്ട് തൊഴാം. അതുപോലെ വലത്തെ സൈഡിലുള്ള ആദ്യത്തെ തൂണ്, കറുത്ത തൂണ് കാണാം. നരസിംഹാവതാര ദർശനം കൊടുത്ത അത് കണ്ട് തൊഴാം. അതിനുശേഷം നമ്മളിങ്ങനെ ശ്രീലകത്തേക്ക് നോക്കുകയാണ്. ശ്രീലകത്തേക്ക് നോക്കുമ്പോൾ വളരെ മനോഹരമായ കാഴ്ചയാണ്. കാൽപാദങ്ങൾ കാണാണ്ട്, കാൽത്തളകൾ കാണാണ്ട്, അങ്ങനെ മഞ്ഞ പട്ട് ഞൊറിഞ്ഞെടുത്തിട്ടുണ്ട്. അരമണിക്ക് ഇങ്ങനെയൊക്കെ ഇങ്ങനെ ചാർത്തിയിട്ട്, അരമണി നല്ല വീതിയുള്ള അരമണിയാണ്. അത് കഴിഞ്ഞാൽ മുകളിലിങ്ങനെ ഒരു മാങ്ങാമാല കാണാണ്ട്, ഒരു മുല്ലമൊട്ടുമാല കാണാണ്ട്. അതുപോലെ ഇന്ന് ചതുർബാഹുവായിട്ടാണ്, നാരായണനായിട്ടാണ് കേട്ടോ, മഹാപ്രഭുവായിട്ടാണ് ശ്രീലകത്തുള്ള ആ ഒരു കാഴ്ച. വളരെ മനോഹരമാണ്. അങ്ങനെ കൈവളകൾ കാണാണ്ട്, 4 കൈകളിലും കൈവളകൾ കാണാണ്ട്, തോൾവളകൾ കാണാണ്ട്, കാതിൽ ചെവിപ്പൂക്കളുണ്ട്. അതേപോലെ ശംഖ് ചക്ര ഗദാപത്മത്തോടു കൂടി എന്ന് പറഞ്ഞാൽ ശംഖും ചക്രവും സ്വർണത്തിൻ്റെ ഉണ്ട്. പിന്നെ ഗദ ആ ചന്ദനം കൊണ്ട് ചാർത്തിയിട്ടുണ്ട്. നല്ല വലിയ ഗദ ചന്ദനം കൊണ്ട് ഇങ്ങനെ ചാർത്തിയിട്ടുണ്ട്, കളഭം കൊണ്ട്. പിന്നെ പത്മം, അതിനൊരു സ്വർണത്തിൻ്റെ ഗോപിയാണ് കൊടുത്തത് പത്മത്തിന് പകരമായിട്ട്. അപ്പോൾ ആ ഇല ഇങ്ങനെ നിൽക്കുന്ന മാതിരി, താമരയുടെ ഇല നിൽക്കുന്ന പോലെ തന്നെ, ഇല എന്ന് പറഞ്ഞാൽ താമരപ്പൂ ഇങ്ങനെ കൂമ്പി നിൽക്കുന്ന പോലെ അത് തോന്നും. നല്ല ആ ഒരു കാഴ്ചയാണ്. പിന്നെ തിരുമുടി മാലകൾ ചാർത്തിയിട്ടുണ്ട്, കിരീടം വെച്ചിട്ടുണ്ട്. കിരീടത്തിൻ്റെ മുകളിൽ തിരുമുടി മാലകൾ 2 ഉണ്ട്. തെച്ചിയും തുളസിയായിട്ടുള്ളത്, അതേപോലെ വെളുത്ത പൂവും തുളസിയായിട്ടുള്ളത്. അതേപോലെ വലിയ മാല, ഉണ്ടമാല, വലിയ മാല, ചുരുക്കം പറഞ്ഞാൽ കാൽപാദത്തോളം നീളമുള്ള ആ മാലയാണ്. തെച്ചിയും തുളസിയും ആ വെളുത്ത പൂവായിട്ട് അങ്ങനെയുള്ളത് ആണ്. അങ്ങനത്തെ ഒരു വലിയ മാല, അങ്ങനത്തെ 2 അങ്ങനെ എല്ലാം കൊണ്ട് നോക്കിക്കഴിഞ്ഞാൽ വളരെ മനോഹരമായിട്ടുള്ള കാഴ്ച. അപ്പോൾ നമ്മൾ ഭഗവാന്റെ സോപാനപ്പടിയിൽ നിന്ന് ശ്രീലകത്തേക്ക് നോക്കുകയാണ്. ഭഗവാന്റെ ശ്രീലകത്തേക്ക് നോക്കിയിട്ട് കാണുന്ന ആ കാഴ്ചയാണ് മഹാപ്രഭുവായിട്ട്, നാരായണനായിട്ടുള്ള ആ ഒരു കാഴ്ച. അപ്പോൾ എല്ലാവരും കണ്ടു തൊഴുതോളൂ, അവിടെ നിന്ന് നന്നായിട്ട് പ്രാർത്ഥിച്ചോളൂ. നമ്മളിപ്പോൾ ആ തിരുമുഖ ദർശനത്തിലാണ്, സോപാനപ്പടിയിൽ നിന്ന് കാണുകയാണെന്ന് അങ്ങനെ വിചാരിച്ച് തൊഴുതോളൂ കേട്ടോ. അതിനുശേഷം നമ്മൾ പതുക്കെ ഇങ്ങനെ ഇറങ്ങി, സോപാനപ്പടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് ആദ്യം തന്നെ അഗ്നികോണിലുള്ള ബലിക്കല്ല് നോക്കിയിട്ടൊന്ന് തൊഴുതു. പിന്നെ തിടപ്പള്ളി നോക്കിയിട്ട് തൊഴുതു. അതേപോലെ പുറംതിരിഞ്ഞിട്ട് ഇങ്ങനെ നോക്കിയാൽ ആലിലക്കണ്ണനെ കാണാം ചുവരിൻ്റെ മുകളിൽ, അവിടെയും കണ്ട് തൊഴുത് സപ്തമാതാക്കളെ കണ്ട് തൊഴാം. അതിനുശേഷം വിഘ്നേശ്വരൻ്റെ അടുത്തേക്ക് ഇങ്ങനെ വരിക. വിഘ്നേശ്വരൻ്റെ അടുത്ത് വന്ന് വിഘ്നേശ്വരനെ കണ്ട് പ്രാർത്ഥിക്കാം. അവിടെ നിന്ന് ഈ പറഞ്ഞ മാതിരി ഇങ്ങനെ ഗോളക ഇറക്കിയാണ്. അങ്ങനെ എന്തായാലും നല്ല രസമായിട്ടുണ്ട് കാഴ്ച. കിരീടമൊക്കെ വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ എല്ലാവരും ധാരാളം അർച്ചന അങ്ങനെ കഴിഞ്ഞിട്ടുണ്ട്. ഒരു കദളിപ്പഴം വെച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും വിഘ്നേശ്വരനെ പ്രാർത്ഥിച്ചോളൂ കേട്ടോ. ഏകദന്തം മഹാകായം ദപ്തകാഞ്ചന സന്നിഭം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം.
അത് കഴിഞ്ഞാൽ സരസ്വതി അറയിലേക്ക് നോക്കുക, സരസ്വതി ദേവീനെ പ്രാർത്ഥിക്കുക. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. അങ്ങനെ വരുമ്പോൾ ആ കോർണറിൽ എത്തുന്നതിൻ്റെ മുന്നേ കാണാം ആ മായാദേവിയുടെ ഒരു ശില്പം, അത് കാണാം. അതേപോലെ ചെറിയ ഗണേശനെ കണ്ട് തൊഴാം. പിന്നെ മത്സ്യം, കൂർമ്മം, വരാഹം, നരസിംഹം വരെയുള്ള രൂപങ്ങളൊക്കെ കാണാം. അതൊക്കെ കണ്ട് തൊഴുത് ആ മേൽശാന്തി അവിടുന്ന് അർച്ചന പ്രസാദമൊക്കെ വാങ്ങാം. ഇന്നത്തെ ഉച്ചപൂജ ഉണ്ടായിരുന്ന മേൽശാന്തി തന്നെയാണ്, കവപ്രമാരാത്ത് അച്യുതൻ നമ്പൂതിരിപ്പാട്. അവിടുന്ന് പ്രസാദമൊക്കെ വാങ്ങിയിട്ട് ആ വാമനാവതാരത്തിൻ്റെ രൂപം കാണാം. അതേപോലെ ഗജേന്ദ്രമോക്ഷത്തിൻ്റെ ആ രൂപം കാണാം. പിന്നീട് കാണാനുള്ളത് നേരെ ഗരുഡാരൂഢനായിരിക്കുന്ന മഹാവിഷ്ണുവാണ്. മഹാവിഷ്ണുവിനെ കണ്ട് പ്രാർത്ഥിക്കാം. പിന്നെ അനന്തശായിയായ അനന്തപത്മനാഭനെ കണ്ട് തൊഴാട്ടോ. അവിടെയും ധാരാളം മാലകളുണ്ട്, മേലെ ഇങ്ങനെ വിധാനമായിട്ട് ചാർത്തിയിട്ടുണ്ട്. അപ്പോൾ അവിടെയും പ്രാർത്ഥിച്ച് നമ്മൾ നേരെ ശ്രീകോവിലിൻ്റെ പുറകുവശത്തായിട്ട് വന്ന് സാഷ്ടാംഗം നമസ്കരിക്കുക. അതിനുശേഷം നമ്മൾ തിരിച്ചിങ്ങനെ വരുമ്പോൾ ബാക്കിയുള്ള ദശാവതാര വിഗ്രഹങ്ങളൊക്കെ കാണാം, അതൊക്കെ കണ്ട് തൊഴാം. അങ്ങനെ കണ്ട് തൊഴുത് കണ്ണനെ കാണാം, പിന്നെ മുരുകനെ കാണാം. അത് കഴിഞ്ഞ് ഹനുമാൻ സ്വാമിയുടെ അടുത്തേക്ക് വരാം. അപ്പോൾ ഹനുമാൻ സ്വാമിയുടെ അടുത്ത് ഒരു കുറച്ച് കുങ്കുമമുണ്ട്, അതേപോലെ വെറ്റിലമാല ഉണ്ട് കേട്ടോ. എല്ലാവരും പ്രാർത്ഥിച്ചോളൂ. ത്വമസ്മിൻ കാര്യനിര്യാഗേ പ്രമാണം ഹരിസത്തമ ഹനുമാൻ യജ്ഞമാസ്തായ ദുഃഖക്ഷയകരോ ഭവ മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാദാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം ശിരസാ നമാമി. ബുദ്ധിർബലം യശോധൈര്യം നിർഭയത്വം അരോഗത അജാഡ്യം വാക്പടുത്തം ഹനുമസ്മരണാത് ഭവേത്. ഓം നമോ ഭഗവതേ ആഞ്ജനേയായ മഹാബലായ സ്വാഹ. ഹനുമാൻ സ്വാമിയെ കണ്ട് തൊഴുതു. അതിന് ശേഷം നമ്മൾ ആ രാധാകൃഷ്ണ വിഗ്രഹമൊക്കെ കാണാം, അതൊക്കെ കണ്ട് തൊഴുത് പിന്നീട് നമ്മൾ നേരെ ആ കാളിയമർദ്ദനത്തിൻ്റെ രൂപമൊക്കെ കാണാം. പിന്നെ ആ ഓവിൻ്റെ അവിടെ വന്ന് പ്രാർത്ഥിക്കാം. അതിനുശേഷം നമ്മൾ നേരെ കുറച്ച് പടിഞ്ഞാട്ട് മാറി നിന്ന് ചുമരിലേക്ക് നോക്കിയാൽ താമരക്കണ്ണനെ, കൽപ്പവൃക്ഷത്തിൻ്റെ ചോട്ടിലിരിക്കുന്ന താമരക്കണ്ണനെ കാണാം. പിന്നീട് നമ്മൾ കിഴക്ക് വശത്തേക്ക് വരുമ്പോൾ ഗ്രില്ലിൻ്റെ അപ്പുറത്തുള്ള ആ ഒരു മണിക്കിണർ കാണാം. കിണർ കണ്ട് തൊഴാം. അങ്ങനെ അത് കണ്ട് തൊഴുത് ആ നൃത്താറയിലേക്ക് നോക്കിയാൽ ആ ഉണ്ണിക്കണ്ണനെ, നൃത്തം ചെയ്യുന്നതായിട്ടുള്ള ആ ഉണ്ണിക്കണ്ണനെ കണ്ട് തൊഴാം. അങ്ങനെ അത് കഴിഞ്ഞ് കുറൂരമ്മേനെയും നാരദരെയൊക്കെ കണ്ട് ആനന്ദൻ്റെ ആ കുടയുടെ കീഴെ പോരുന്ന ആ വസുദേവരെ ഒക്കെ കണ്ട് തൊഴുത് ഉണ്ണീനൊക്കെ കണ്ട് തൊഴാം. പിന്നെ നേരെ വന്ന് വടക്കേ നടയിലൂടെ പുറത്ത് വരാം. വന്നിട്ട് ആ പ്രസാദ കൗണ്ടറിൽ നിന്ന് ചന്ദനവും തീർത്ഥമൊക്കെ വാങ്ങാം. അതിനുശേഷം നേരെ നമ്മൾ എടത്തരികത്തുകാവിലെ ഭഗവതീനെ കാണാനായിട്ട് പോവാം. ഭഗവതിയുടെ അവിടെ വന്ന് ഭഗവതീനെ കണ്ട് പ്രാർത്ഥിക്കാം. അവിടെ നിന്ന് അതേപോലെ ഗോളകിയുണ്ട്, അതിൻ്റെ മുകളിൽ നല്ല തെച്ചിമാല ഉണ്ട്, അതേമാതിരി തുളസിയുടെ മാല ഉണ്ട്. പിന്നെ ധാരാളം അർച്ചന പൂക്കളുണ്ട്. നല്ല കണ്ണൊക്കെ എഴുതിയിട്ട് പൊട്ട് തൊട്ട പോലെ നല്ല വലിയൊരു പൊട്ടൊക്കെ ഉണ്ട്. അപ്പോൾ അമ്മേനെ കണ്ട് പ്രാർത്ഥിച്ചോളൂ കേട്ടോ. സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമസ്തുതേ. അത് കഴിഞ്ഞാൽ നേരെ നമ്മൾ കോർണറിലെത്തിയാൽ മമ്മിയൂരപ്പൻ്റെ അവിടേക്ക് നോക്കുക. നമശിവായ 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 എന്നുള്ള പഞ്ചാക്ഷരി മന്ത്രം ജപിച്ച് മമ്മിയൂരപ്പനെ പ്രാർത്ഥിക്കുക മനസ്സിൽ. അപ്പോൾ അവിടെ പോയി ദർശനം കിട്ടിയ ആ ഒരു പ്രതീതിയാവും. പിന്നീട് നമ്മൾ നേരെ കൊടിമരത്തിൻ്റെ അവിടേക്ക് ഇങ്ങനെ നോക്കി വരുമ്പോൾ ആൾരൂപം വഴിപാടിൻ്റെ അവിടെ ആളുകളുണ്ട്. അവിടേക്ക് അത്യാവശ്യം നല്ല തിരക്കുണ്ട്. അങ്ങനെ മഞ്ചാടി പെറുക്കി ഇതാക്കുന്നുണ്ട് കുറച്ച് കുട്ടികൾ, കുറച്ച് വലിയവരും ഉണ്ട്. അതേപോലെ വിളക്ക് കത്തിക്കണം, നെയ് വിളക്ക് അവിടെയൊക്കെ ഉണ്ട് കേട്ടോ. കുറച്ചൊക്കെ വലിയ തിരക്കൊന്നുമില്ല, എന്നാലും വലിയ തീരെ തിരക്കില്ല എന്ന് വെച്ചാൽ ചൊവ്വാഴ്ചത്തെ മാതിരിയൊന്നുമല്ല, കുറച്ചൊക്കെ തിരക്കുണ്ട്. അങ്ങനെ നമ്മൾ കൊടിമരത്തിൻ്റെ അവിടെ വന്നിട്ട് ഒരിക്കൽ കൂടി നമ്മൾ ഭഗവാന്റെ ശ്രീലകത്തേക്ക് നോക്കിയാൽ ആ മഹാപ്രഭുവിനെ നാരായണനെ ഒന്നുകൂടി കാണാം. കണ്ട് തൊഴുത് അങ്ങനെ അവിടെ നിന്ന് നമസ്കരിച്ച് നേരെ
കൂത്തമ്പലത്തിൻ്റെ അവിടെ വന്ന് അവിടെ നിന്നും ഒന്ന് കിടാവിളക്ക് കാണാം, അതൊക്കെ കണ്ട് തൊഴാം. പിന്നീട് അയ്യപ്പസ്വാമിയുടെ അവിടെ വരിക, അയ്യപ്പസ്വാമീനെയും കണ്ട് പ്രാർത്ഥിക്കുക. അവിടെ ഇന്ന് പറഞ്ഞ മാതിരി ഇന്നൊന്നും പ്രത്യേകിച്ച് ഇതൊന്നും കാണാനില്ല, നന്നായിട്ടുള്ള കാഴ്ച തന്നെയാണ്. അപ്പോൾ എല്ലാവരും കണ്ട് പ്രാർത്ഥിച്ചോളൂ. ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാപര രക്ഷ രക്ഷ മഹാബാഹു ശാസ്തേ സ്തുഭ്യം നമോ നമ. അത് കഴിഞ്ഞ് നേരെ നമ്മൾ അവിടെ നിന്ന് ഇങ്ങനെ വരുമ്പോൾ പടിഞ്ഞാറ് നടയിലുള്ള ദീപസ്തംഭത്തിൻ്റെ മുകളിൽ വേണുഗോപാലിനെ കണ്ടു തൊഴാം. പിന്നീട് നമ്മൾ കുറച്ച് പുറകോട്ട് ഇറങ്ങി നിന്നാൽ കൊടിമരത്തിൻ്റെ മുകളിലുള്ള ഗരുഡധ്വജനെയും കണ്ടു തൊഴാം കേട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ പടിഞ്ഞാറ് നടയിൽ കൂടെ പുറത്ത് കടന്നിട്ട് നമ്മുടെ രുദ്രതീർത്ഥത്തെ കുളത്തെ ഒന്ന് പ്രദക്ഷിണം ചെയ്യാനായിട്ട് ശ്രമിക്കുക. അങ്ങനെ വരുമ്പോൾ അന്നലക്ഷ്മി ഹാളിൻ്റെ അധീനം അങ്ങനെ വരുമ്പോൾ നാരായണാലയത്തിൽ കാണാം. അവിടെ ധാരാളം ഭക്തർ ഇരുന്ന് നാമം ചെല്ലുന്നുണ്ട്, അതൊക്കെ കാണാം. പൂന്താനം പൂജിച്ച വിഗ്രഹമൊക്കെ കണ്ട് തൊഴുത് നമ്മൾ നേരെ ഭഗവതിയുടെ അവിടെ വരിക. ഭഗവതിയുടെ അവിടെ വന്നിട്ട് ഒന്നുകൂടി തൊഴാം. പിന്നീട് ആ ദീപസ്തംഭത്തിൻ്റെ അവിടെ വന്നിട്ട് കിഴക്കേ നടയിലെ ദീപസ്തംഭത്തിൻ്റെ അവിടെ വന്നിട്ട് ഒന്നുകൂടി പ്രാർത്ഥിക്കാം. ഭഗവാന്റെ ശ്രീലകത്തെ വിളക്ക് ഇങ്ങനെ കാണാം. പിന്നെ നമ്മൾ അവിടുന്ന് തെക്കേ നടയിലുള്ള ആ കൂവളമരത്തെ ഒന്ന് പ്രദക്ഷിണം ചെയ്യാനായിട്ട് പോയി. അവിടെ വന്നിട്ട് ആ മഹാദേവനെയും പാർവതീദേവീനെയൊക്കെ മനസ്സിൽ സ്മരിച്ച് കൂവളത്തെ ഒന്ന് പ്രദക്ഷിണം ചെയ്തു. അപ്പോൾ നമ്മൾ ഉച്ചാമ്പഴത്തെ ആ ഉച്ചപൂജയും കളഭാലങ്കാരമൊക്കെ കണ്ടു തൊഴുതു. ഇനി എല്ലാവർക്കും ആ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ലഭിക്കും. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമ. ഇനിയിപ്പോൾ ചെറിയൊരു കഥ, അത് ചെറിയ കഥ എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ കഥ, അങ്ങനെ തന്നെ പറയാം. ഏറ്റവും സത്തുള്ള കഥ, നമ്മളെ ഓരോരുത്തരുടെയും ഉള്ളിലുള്ള കാര്യത്തെ പറ്റിയിട്ടാണ്. അതായത് ഒരു സമയത്ത് ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും വലുത് എന്താണെന്ന് ചോദിച്ചു നാരദൻ. ത്രിലോകജ്ഞാനിയായ നാരദമുനിക്ക് ഉണ്ടായ സംശയമാണ്, നമുക്കൊക്കെ ഉണ്ടാവാട്ടോ. അപ്പോൾ സംശയം നിവർത്തിക്കായിട്ട് നാരദൻ ദേവേന്ദ്രനെ പോയി കണ്ടു. എന്താ വെച്ചാൽ സ്വർഗ്ഗലോകത്തിലെ രാജാവല്ലേ. അപ്പോൾ ദേവേന്ദ്രൻ പറഞ്ഞു ഞാൻ തന്നെയാണ്. പക്ഷെ ആ ഒരു മറുപടി നാരദർക്കാണ് മനസ്സിലായില്ല, അതങ്ങോട്ട് സ്വീകാര്യമായില്ല. ദേവേന്ദ്രൻ തന്നെ, ദേവന്മാരുടെ അധീപനായ ദേവേന്ദ്രൻ തന്നെ അദ്ദേഹത്തെ രക്ഷിക്കണമെങ്കിൽ ത്രിമൂർത്തികൾ വേണമല്ലോ. അപ്പോൾ പിന്നെ ആയിരിക്കും വലുത് അവരല്ലേ. അങ്ങനെ നാരദൻ സ്വന്തം പിതാവായ ബ്രഹ്മദേവനെ കാണാനായിട്ട് ബ്രഹ്മസദസ്സിലെത്തി. അവിടെ ചെന്നിട്ട് ചോദ്യം ആവർത്തിച്ചു. അപ്പോൾ ബ്രഹ്മദേവൻ പറഞ്ഞു, നിൻ്റെ ചോദ്യത്തിനുള്ള ഉത്തരം നൽകാൻ ഒരു പക്ഷേ മഹേശ്വരന് കഴിഞ്ഞേക്കും, എനിക്ക് കഴിയില്ല. അങ്ങനെ സൃഷ്ടികർത്താവിൻ്റെ ഉപദേശം നാരദരെ മഹേശ്വരെ സമീപം എത്തിച്ചു. അവിടെയും ഈ ചോദ്യം ചോദിച്ചപ്പോൾ നാരദ, ഈ ചോദ്യവുമായി നീ സമീപിക്കേണ്ടത് എന്നെ അല്ല, നിൻ്റെ ഇഷ്ടദൈവമായ ശ്രീമത് നാരായണനെയാണ്. നിൻ്റെ സംശയങ്ങൾ നാരായണൻ ദൂരീകരിക്കുമ്പോൾ അത് സൃഷ്ടിക്കാകമാനം നന്മയേകും. മഹേശ്വരൻ്റെ ഉപദേശം സ്വീകരിച്ച് നാരദൻ വൈകുണ്ഠത്തിലെത്തിച്ചേർന്നു. അപ്പം നാരദ, ഈ ലോകമാണ് ഏറ്റവും വലുതെന്ന് പറഞ്ഞാൽ നീ ഉടനെ ചോദിക്കും, ലോകം കടൽ കൊണ്ട് ചുറ്റപ്പെട്ടിരിക്കല്ലേ എന്ന്. അപ്പോൾ ലോകത്തേക്കാൾ വലുതാകുമോ കടൽ? അപ്പോൾ അങ്ങനെ ആ സമുദ്രത്തെ ചെറിയ രൂപത്തിൽ, അതായത് കുറിയ രൂപത്തിലുള്ള മുനിശ്രേഷ്ഠനായ അഗസ്ത്യൻ കുടിച്ചു പറ്റിച്ചില്ലേ. അപ്പോൾ പിന്നെ സമുദ്രത്തെക്കാട്ടിലും ലോകത്തെക്കാട്ടിലും വലിയ ആൾ അഗസ്ത്യനല്ലേ. അപ്പോൾ ഭൂമിയെക്കാട്ടിലും സമുദ്രത്തെക്കാട്ടിലൊക്കെ ആ അഗസ്ത്യമുനിയാണ് വലുതാവണമെന്ന് വെച്ചാൽ ഇവയ്ക്കൊക്കെ മേൽക്കൂര പോലെ വിരിഞ്ഞ് വിസ്തരിച്ച് കിടക്കുന്ന ആകാശം അതിലും വലുതല്ലേ. നമുക്ക് ഒരു എത്തും പിടിയില്ലാത്ത ചോദ്യവും ഉത്തരം തന്നെയാണ് കേട്ടോ നാരദൻ ചോദിച്ചത്. അപ്പോൾ അങ്ങനെ അപ്പോൾ ലോകത്തെ ഏറ്റവും വലുത് ആകാശമാണെന്ന് പറഞ്ഞാൽ നീ സമ്മതിക്കു വെച്ചു. അപ്പോഴും കുറച്ച് നേരം ചിന്തിച്ചിട്ട് നാരദമുനി പറഞ്ഞു, ഏയ് ഒരിക്കലും ഇല്ല. 1000 കോടി നക്ഷത്രങ്ങളും സൂര്യചന്ദ്രന്മാരും അണ്ടകടാഹങ്ങളും താങ്ങി നിൽക്കുന്ന ഈ ആകാശത്തെ അങ്ങ് തൃപ്പാദം കൊണ്ട് ഒരു അടിക്ക് മാത്രം അളന്നു. അപ്പോൾ അങ്ങയുടെ പാദത്തിൻ്റെ വലിപ്പം തന്നെ ആകാശം എത്ര വലുപ്പമാവും? അങ്ങനെ ആ തൃപ്പാദമല്ലേ വലിപ്പമേറിയത്? എൻ്റെ ചോദ്യം തന്നെ അർത്ഥശൂന്യമാണ്. പരബ്രഹ്മമായ അങ്ങാണ് ഈ പ്രപഞ്ചത്തിലെ എല്ലാ വസ്തുക്കളിലും അങ്ങയിലടങ്ങുന്നു. അങ്ങ് തന്നെയാണ് എൻ്റെ ചോദ്യത്തിൻ്റെ ഉത്തരവെന്ന് പറഞ്ഞു.
നാരദൻ മഹാവിഷ്ണുവിനോട്. അപ്പോൾ മഹാവിഷ്ണു പറയാണ്, ഒരിക്കലും അല്ല, നീ നിൻ്റെ ഹൃദയത്തിൽ തൊട്ട് പറയൂ. നിൻ്റെ ഹൃദയത്തിൻ്റെ, അതായത് നിൻ്റെ ഹൃദയത്തിൽ നിത്യവാസം കൊള്ളുന്ന എൻ്റെ വലിപ്പം എത്രമാത്രമാണ്? ഒരു ചെറു മാമ്പഴത്തിൻ്റെ വലിപ്പത്തിലുള്ള നിൻ്റെ ഹൃദയത്തിൽ ഞാൻ വസിക്കണമെങ്കിൽ എൻ്റെ വലിപ്പം അതിലും ചെറുതല്ലേ? പ്രപഞ്ചത്തിലെ ഏറ്റവും വലുതെന്ന് നീ വിശ്വസിക്കുന്ന ഞാൻ വസിക്കുന്നത് നിൻ്റെ ഹൃദയത്തിലല്ലേ? അപ്പോൾ നീയല്ലേ ഏറ്റവും വലുത്? അതായത് നിസ്വാർത്ഥ ഭക്തിയാണ് ലോകത്തെ ഏറ്റവും വലുത്. ജ്ഞാനത്തിൻ്റെ മാർഗം തെളിയിക്കുന്ന ദീപമാണ് ഭക്തി. ദീപനാളങ്ങൾക്ക് അതിരുകളില്ല. ആ പ്രഭയോളം വലിപ്പം പ്രപഞ്ചത്തിൽ മറ്റൊന്നിനുമില്ല. ആ ഒരു കഥയിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത്, നമ്മൾ തന്നെയാണ് ഈശ്വരൻ. നമ്മളുടെ ഹൃദയം തന്നെയാണ്, നമ്മളുടെ മനസ്സാകുന്ന ഈശ്വരൻ. അത് ചില സമയത്ത് ചെകുത്താനാവും. അതുപോലെ കർമ്മം കൊണ്ടും ധർമ്മം കൊണ്ടുമൊക്കെ ഭക്തി കൊണ്ടും അതിനെ സ്വരൂപിച്ച് വളരെ നല്ല ഹൃദയമാക്കി എല്ലാ ദൈവങ്ങൾക്കും മേലെ ആ ഹൃദയത്തിൽ നമ്മുടെ മനസ്സിൽ ആ സ്ഥാനം നൽകിയാൽ നമ്മൾ തന്നെയാവും ഏറ്റവും വലിയ ഒരു ഭക്തി സ്രോതസ്സ് എന്നുള്ള ആ ഒരു കാര്യമാണ്. കാരണം നമ്മുടെ ഹൃദയത്തിലുള്ള ആ ഭക്തി, മഹാവിഷ്ണു നമ്മുടെ ഹൃദയത്തിൽ വസിക്കുന്നിടത്തോളം കാലം നമ്മുടെ ഹൃദയമാണ് ലോകത്തിൽ വെച്ചിട്ട് ഏറ്റവും വലുത് എന്നുള്ളതാണ് സത്യം. അത് ഭക്തി ഇല്ലാത്തൊരവസ്ഥ ഉണ്ടായ ഒരു കാര്യമില്ല. ഇനി നേരെ മറിച്ച് ഭക്തി ഉണ്ടെങ്കിൽ ആ ഭക്തിക്കപ്പുറം മറ്റൊന്നില്ല. ആ ഭക്തി കൊണ്ട് എന്തും നേടാൻ കഴിയും എന്നുള്ളതാണ് ഈ ഒരു ചെറിയ കഥയിലെ പ്രതിപാദ്യം. അപ്പോൾ എല്ലാവർക്കും കഥ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇനി നാളെ മറ്റു കഥയുമായിട്ട് വരാം. ഉച്ചപൂജ കൂടെ വരാം. എന്തായാലും എല്ലാവർക്കും ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹാശിസ്സുകൾ ഉണ്ടാവട്ടെ. കൃഷ്ണ ഗുരുവായൂരപ്പാ ശരണം. അപ്പോൾ പറ്റാവുന്ന എല്ലാവരും വീഡിയോ ഷെയർ ചെയ്യുക, മറ്റുള്ളവരിലേക്കും കൂടി എത്തട്ടെ കേട്ടോ. എല്ലാവർക്കും ആ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ലഭിക്കട്ടെ.